നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിൽ തമിഴ്നാടും പശ്ചിമബംഗാളും ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഏറെ പ്രതീക്ഷയോട് തന്നെ അവിടെ മുന്നണികൾ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. BJP ആകട്ടെ ബംഗാളിൽ വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. വാശിയേറിയ പോരാട്ടത്തിനാണ് ഇപ്പോൾ കളം ഒരുങ്ങുന്നതും. തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ബംഗാളിലേക്ക് എത്തുമ്പോൾ 152 മണ്ഡലങ്ങളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ 5,73,00,000 വോട്ടർമാരാണ് വിധി എഴുതാനായി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ബംഗാളിൽ രണ്ട് ഘട്ടമായിട്ടാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 142 മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് അത് 29-ാം തീയതിയാണ് നടക്കുന്നത്. കടുത്ത പോരാട്ടത്തിന്റെ സൂചന നൽകിക്കൊണ്ട് 38 ദിവസം നീണ്ടുനിന്ന പ്രചരണത്തിന് ശേഷമാണ് തമിഴ്നാട് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ വലിയ വിജയപ്രതീക്ഷയാണ് മുന്നണികൾ വെച്ചു പുലർത്തുന്നത്. അതായത് ഭരണപക്ഷത്തുള്ള സ്റ്റാലിൻ സർക്കാർ ആകട്ടെ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. ഭരണ തുടർച്ച ഉറപ്പാണെങ്കിൽ പോലും ജാഗ്രതയോടെ അത് മുന്നോട്ട് പോകണമെന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വോട്ടെടുപ്പിന്റെ തലേ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തത്. മാത്രമല്ല സംസ്ഥാനത്ത് കുടുംബവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവായ ഇടപ്പാടി പളനിസ്വാമി വ്യക്തമാക്കിയത്. മാത്രമല്ല ഈ ഒരു ദിവസം താൻ പറയുന്നത് അനുസരിച്ചാൽ അടുത്ത 5 വർഷം വോട്ടർമാർ പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുമെന്നതാണ് TVK നേതാവായ വിജയ് നൽകുന്ന വാഗ്ദാനം. സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും മികച്ച പ്രകടനമായിരിക്കും BJP കാഴ്ചവെക്കുന്നത് എന്നതാണ് ഇത്തവണ തങ്ങൾ വലിയ വിജയപ്രതീക്ഷയാണ് കരുതുന്നത് എന്നതാണ് കേന്ദ്രമന്ത്രിയായ പീയൂഷ് ഗോയൽ അവരുടെ വിജയപ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് ഇവിടെ അവകാശപ്പെടുന്നത്. അതായത് ഒപ്പത്തിനൊപ്പം ഈ 3 മുന്നണികളും വലിയ രീതിയിലുള്ള ഒരു മത്സരത്തിനാണ് അവിടെ കളം നിറച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു ത്രികോണ മത്സരം ഉണ്ടാകുമോ എന്നോ അതിനുള്ള സാധ്യത ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളടക്കം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. DMK മുന്നണിയും അണ്ണാ DMK BJP സഖ്യവും തമ്മിലാണ് മുഖ്യ മത്സരമെങ്കിൽ പോലും ആദ്യ ജനവിധി തേടുന്ന അതായത് TVK, അതായത് വിജയുടെ പാർട്ടി വലിയ സാന്നിധ്യം പല മണ്ഡലങ്ങളിലും ഇവിടെ വെച്ചു പുലർത്തുന്നതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു ത്രികോണ മത്സരത്തിന് അവിടെ വഴി ഒരുങ്ങുമോ എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുന്നത്. ഭരണമുന്നണിയായ മതനിരപേക്ഷ ജനാധിപത്യ സഖ്യ, അതായത് സഖ്യത്തിന് നേതൃത്വം നൽകുന്ന DMK ആകട്ടെ 164 സീറ്റിലാണ് മത്സരിക്കുന്നത്. സഖ്യകക്ഷികളുടെ 11 സ്ഥാനാർത്ഥികളും DMK ചിഹ്നത്തിൽ മത്സരിക്കുന്നതായും അതേപോലെ കോൺഗ്രസ് ആകട്ടെ 28 സീറ്റിലും DMK ആകട്ടെ 10 സീറ്റിലും അതേപോലെ തന്നെ CPM 5 സീറ്റിലും CPI ആകട്ടെ 5 സീറ്റിലും എന്നിങ്ങനെയാണ് പ്രധാന കക്ഷികൾ ഇവിടെ ജനവിധി തേടുന്നത്. തമിഴക വെട്രി കഴകം മുഴുവൻ സീറ്റിലും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ സ്ഥാനാർത്ഥിയുടെ ആ ഒരു പത്രിക തള്ളിപ്പോയത് കാരണം ഇടപ്പാടി മണ്ഡലത്തിൽ സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേപോലെ 234 സീറ്റിലും മത്സരിക്കുന്ന തമിഴകം കക്ഷിയുടെ സ്ഥാനാർത്ഥികളിൽ പകുതിയും വനിതകളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പുതിയ പാർട്ടി ഉണ്ടാക്കിയ VK ശശികലയാകട്ടെ 77 സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു റിപ്പോർട്ടായി തന്നെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷ മമത വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ പോലും ഇത്തവണ BJPക്ക് കൂടുതൽ വിജയ സാധ്യത ഉറപ്പിക്കാൻ സാധിക്കുമെന്നതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വടക്കൻ ജില്ലയിൽ അടക്കം 152 മണ്ഡലങ്ങളിൽ വോട്ടർമാർ ഇപ്പോൾ വിധി എഴുതുകയാണ്. BJPക്ക് മേൽക്കോയ്മയുള്ള മേഖലകളിൽ പ്രധാനമന്ത്രി നയിച്ച പ്രചരണം അത് കൂടുതൽ തുണയാകുമെന്ന് തന്നെയാണ് ഇവിടെ BJP പ്രതീക്ഷിക്കുന്നത്. അതേസമയം ബംഗാൾ വികാരം ഉയർത്തിക്കൊണ്ട് ആഴ്ചകളോളം മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും നടത്തിയ റാലികൾ വോട്ടെടുപ്പിന് വലിയ ഒരു കരുത്ത് പകരുമെന്നാണ് TMC കരുതുന്നത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വിന്യാസത്തിലും ആദ്യഘട്ട വോട്ടെടുപ്പ് ഇവിടെ നടക്കുന്നതായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.